ANM വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില കഥകൾ നമ്മൾ മറ്റുള്ളവരോട് പറയാനല്ല, നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്താനാണ്. ഇന്നത്തെ കഥയും അങ്ങനെ ഒരു ചെറിയ ഓർമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറുപ്പത്തിൽ നമ്മളോട് വലുതായാൽ എന്താകണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് 100 ഉത്തരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിനക്കിഷ്ടമുള്ള കാര്യം എന്താണ് എന്നൊരു ചോദ്യത്തിന് പോലും പലർക്കും ഉത്തരമില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്തു. അതാവുമ്പോൾ എൻ്റെ വീഡിയോസിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹോബീസിനെ കുറിച്ചാണ്. ഒരു ലോങ് വീഡിയോ എന്ത് കണ്ടന്റ് ഇടും എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയും പോകാനില്ല. നാട്ടിലാണെങ്കിൽ നല്ല മഴയും ഇവിടെ നല്ല ചൂടും. പലരും വെക്കേഷൻ എന്നാൽ ട്രിപ്പ്, ഔട്ടിംഗ്, റിലാക്സ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ ഒരവധി കിട്ടിയാൽ എന്തായിരുന്നു സന്തോഷം. രാവിലെ വൈകി എഴുന്നേക്കാം, കൂട്ടുകാരോടൊപ്പം കളിക്കാം, TV കാണാം, അമ്മയുടെ കൂടെ അടുക്കളയിൽ നടക്കാം. ഇപ്പോൾ അവധി കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുക. 2 മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് പോലും അറിയില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് സമയമില്ലാത്തതല്ല പ്രശ്നം, സമയം എവിടേക്ക് പോകുന്നു എന്നതാണ്. പലരും പറയും എനിക്കൊരു ഹോബിയും ഇല്ല എന്ന്. പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും ഒരു ഹോബി വേണം. കാരണം ഹോബി എന്നത് സമയം കളയാനുള്ള ഒരു കാര്യമല്ല, മനസ്സ് റീചാർജ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ചിലർക്ക് പുസ്തകം വായിക്കുന്നത്, ചിലർക്ക് പാചകം, ചിലർക്ക് ചെടി വളർത്തൽ, ചിലർക്ക് ഫോട്ടോഗ്രാഫി, ചിലർക്ക് യാത്ര. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. അത് വീഡിയോ എടുക്കുന്നതാണ്. ആരും പറയാതെ, ആരുടെയും നിർബന്ധമില്ലാതെ ഒരു ഫ്രെയിം നല്ലതാക്കാൻ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഥ പറയാൻ എഡിറ്റ് ചെയ്യുന്നത്. അതിൽ കിട്ടുന്ന സന്തോഷം വേറെയാണ്. വ്യൂസ് കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോയെക്കുറിച്ച് ചിന്തിക്കാനും തോന്നും. അപ്പോൾ മനസ്സിലായി, ഹോബി എന്നത് നമ്മളെ മറക്കാൻ സഹായിക്കുന്ന ഒന്നല്ല, നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന ഒന്നാണ്. ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയം, ഒരു ചെറിയ വീഡിയോ എടുക്കുന്ന സമയം, മഴ നോക്കി നിൽക്കുന്ന സമയം, ഇതൊക്കെയാകാം നമ്മുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. അതിനാൽ നിങ്ങൾക്കും ഒരു ഹോബി ഉണ്ടെങ്കിൽ അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. കാരണം ജോലി നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കും, പക്ഷേ ഹോബികളാണ് ജീവിതം ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ വെക്കേഷനിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എനിക്ക് പഴയ ഹോബികളൊന്നും ബാക്കിയില്ല. പക്ഷേ ഒരു പുതിയ ഹോബി പതിയെ എൻ്റെ ലൈഫിലേക്ക് വന്നു. ക്യാമറ ഓൺ ചെയ്യുക, ഒരു സാധാരണ ദിവസത്തെ കഥയാക്കുക. അതാണ് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതം എത്ര തിരക്കായാലും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യം എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിൻ്റെ പേരാണ്